കൊല്ലം മടത്തറയിൽ സ്വകാര്യ ടാർ മിക്സിംഗ് കമ്പനിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. മടത്തറ ശിവമുക്കിൽ പ്രവർത്തിക്കുന്ന ശ്രീധന്യ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ടാർ മിക്സിംഗ് പ്ലാന്റ് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പൂട്ടി. രൂക്ഷമായ പൊടിശല്യവും രോഗബാധയും മൂലം വലയുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. അവർക്ക് പറയാനുള്ളത് ആദ്യം കേൾക്കാം. നമ്മളെ മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അസംസ്കൃത വസ്തുക്കൾ ഡംപ് ചെയ്യാനും മിക്സ് ചെയ്യാനും വേണ്ടിയിട്ട് ഇവരിവിടെ വാടകയ്ക്ക് എടുത്ത് തുടങ്ങിയതാണ്. കാരണം ഈ നാട്ടിലെ ജനങ്ങൾ ഇവിടെ ഏറെക്കുറെ എല്ലാവരും ഇപ്പോൾ ക്യാൻസർ പേഷ്യൻറ്റുകളായിട്ടുണ്ട്, ആസ്മ രോഗികളുമായി മാറിയിട്ടുണ്ട്. കാരണം നമ്മൾ അങ്ങോട്ടൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവരുടെ ഓരോ വീടുകളുടെ മുകളിലായാലും അതുപോലെ തന്നെ കിണറൊന്നും ഉപയോഗിക്കാൻ കൊള്ളാത്ത രീതിയിലേക്ക് ഈ പൊടി ചെന്ന് വീണിട്ട് ഒരുതരം കെമിക്കലാണ് ഇത് പറന്നു പോകുന്നത്. അതുപോലെ തന്നെ ഈ ടാർ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് ഉറയാതിരിക്കാൻ വേണ്ടി ഒഴിക്കുന്ന ഒരു കെമിക്കലിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ഒരു മനുഷ്യന് നിൽക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലുള്ള എന്നിട്ടും ഈ നാട്ടുകാർ സഹിച്ച് ക്ഷമിച്ചാണ് ഇത്രയും ദിവസം ഇതിന് സമയം കൊടുത്തത്. ഇനിയിപ്പം എന്തായാലും ഇതിവിടെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒറ്റ തീരുമാനത്തിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ നിൽക്കുന്നത്. 10 വർഷം കൊണ്ട് നമ്മൾ ഇവിടെ കിടന്ന് അനുഭവിക്കുകയും ഇനി നമുക്ക് വയ്യ, ഇതെന്തായിരുന്നാലും ഇവിടെ നിന്ന് ഇത് മതിയാക്കി പോയെങ്കിലേ ഒക്കൂ. അല്ലെ പൊടി കുട്ടികൾ വരെ കിടന്ന് കഷ്ടപ്പെടുന്നു. എന്ത് കിട്ടിയാലും അത്രയും ആശുപത്രി കൊടുക്കാനേ ഉള്ളൂ. ഇനി പറ്റൂല. നമ്മുടെ ഈ പ്രദേശത്ത് ഇപ്പൊ കണക്കെടുത്ത ക്യാൻസർ രോഗികളെ ഉള്ളു ഇത് വന്നതിന് ശേഷം. നമ്മളെ ഈ പ്രദേശത്ത് മാത്രമല്ല പലവിധ അസുഖങ്ങളാണ്. അലർജി ആയാലും രാത്രിയൊന്നും കിടന്നുറങ്ങാൻ പറ്റില്ല. നമ്മൾ ഒരു തൊട്ടി വെള്ളം കോരി നമ്മളെ നടയിൽ വെച്ചിട്ട് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് നോക്കണം. ആ വെള്ളത്തിൽ അതിൻ്റെ കെമിക്കൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത് കാണാം. അതുകൊണ്ട് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അലർജി മറ്റ് പ്രശ്നങ്ങൾ എന്ന് ഹോസ്പിറ്റലിൽ പോകാൻ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് സമയമുണ്ട്. ദിലീപ് ദേവസ്യ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ. ജീവിക്കാൻ പറ്റുന്നില്ല സാറേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യർ പറയുന്നത് അധികൃതരൊന്നും കേൾക്കുന്നില്ലേ? ഈ പൂട്ടിയ കമ്പനി അടുത്ത ദിവസം തുറന്നു കൊടുക്കാനുള്ള അനുമതി ആയിരിക്കുമോ ഉണ്ടാകാൻ പോവുക? സുജിയ, 2018 മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്വകാര്യ ടാറിംഗ് മിക്സിംഗ് കമ്പനി തുടങ്ങുന്നത്. ശ്രീധന്യ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേരിലാണ് ഈ ടാറിംഗ് മിക്സിംഗ് കമ്പനി തുടങ്ങുന്നത്. ഇത് ആദ്യത്തെ കുറച്ച് തവണ ആളുകൾക്കൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് അവിടെ മെറ്റലുകൾ പൊടിക്കുന്നു, മറ്റ് കെമിക്കലുകളൊക്കെ വന്നതോടുകൂടി ഈ പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം ഉണ്ടാകുകയും തുടർന്നു. പിന്നെ കുട്ടികൾക്കടക്കം ത്വക്ക് രോഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ കിണറ്റുകൾ, അവിടെയുള്ള കിണറ്റിലൊക്കെ വെള്ളത്തിന് പാട പൊന്തുന്നത് പോലെ ഉണ്ടാകുന്നു. ഇത് പരീക്ഷിക്കുന്നതിന് വേണ്ടി ഇവർ തന്നെ ആ വെള്ളം, ഒരു തൊട്ടി വെള്ളം വീടിൻ്റെ മുന്നിൽ വെക്കുന്നു. അത് വൈകുന്നേരം ആകുമ്പോഴേക്കോ അല്ലെങ്കിൽ രാത്രി പുലർന്നു വരുമ്പോഴേക്കും ഈ വെള്ളം ഒരു കെമിക്കൽ രൂപത്തിലാകുകയും ചെയ്തു. അങ്ങനെ സഹികെട്ട് പലതവണ ഇവർ ഈ കമ്പനിക്ക് തന്നെ പറയുകയും ചെയ്തു. എന്നാൽ അവർ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുകയും ചെയ്തില്ല. പിന്നീട് പോലീസിൽ പരാതിപ്പെട്ടു, ജനപ്രതിനിധികളുടെ അടുത്ത് പരാതിപ്പെട്ടു, ഒരു നടപടി ഉണ്ടായില്ല. പിന്നീടാണ് 7 വർഷത്തിന് ഇവരുടെ സമരത്തിനൊടുവിൽ ഇപ്പോൾ ജനങ്ങളെല്ലാം തന്നെ, ആ പ്രദേശത്തെ ആളുകളെല്ലാം തന്നെ കമ്പനിക്ക് മുന്നിലെത്തി പ്രതിഷേധമായി എത്തുകയും ചെയ്തു. പോലീസ് അടക്കം സ്ഥലത്തെത്തുകയും ചെയ്തു. പക്ഷേ ജനങ്ങൾ പിരിഞ്ഞു പോകില്ല എന്നായി. ഇത് പൂട്ടാതെ പിരിഞ്ഞു പോകില്ല എന്ന് വന്നതോടെ ജനപ്രതിനിധികളും പോലീസും നാട്ടുകാരും ചേർന്ന് കമ്പനി അധികൃതരുമായി ഒരു ചർച്ച നടത്തുകയുണ്ട്. ഈ ചർച്ചയ്ക്ക് ഒടുവിലാണ് ഈ മാസം 31-ാം തീയതി വരെ ഈ കമ്പനി പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളൊരു ഉറപ്പ് നാട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്തു. 1-ാം തീയതി മുതൽ ഈ കമ്പനി പ്രവർത്തിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. നേരത്തെ സുജയ പറഞ്ഞതുപോലെ തന്നെ ഇനി മറ്റെന്തെങ്കിലും ഉത്തരവ് വാങ്ങി കമ്പനി പ്രവർത്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ നാട്ടുകാരെല്ലാം രോഗബാധ, ക്യാൻസർ ഉണ്ടാക്കരുതേ എന്ന് ആ പാവപ്പെട്ട മനുഷ്യർ പറയുകയാണ്. ഒരു യൂണിറ്റ് പ്രവർത്തിപ്പിക്കുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന പാരിസ്ഥിതികാഘാതം, ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതൊക്കെ ആ പ്രദേശത്ത് അനുമതി കൊടുക്കുമ്പോൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളടക്കം ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ ആ നാട്ടുകാർ പറയുന്നത് ഇനിയെങ്കിലും ഒന്ന് അധികൃതർ കേൾക്കണം, ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം. താങ്ക് യു ദിലീപ് ദേവസ്യ. നമുക്കെടുക്കാം